ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയാണ് ജാൻസി IPS. സത്യം പറഞ്ഞാൽ ഇത് പോക്കിരി അടിച്ചു പരത്തി ഉണ്ടാക്കി വിട്ട ഒരു സിനിമയാണ്. പിന്നെ പോക്കിരി നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ നായിക ജാൻസി. ഒരു ചേരിയിലാണ് ജാൻസി താമസിക്കുന്നത്. ഒരു ദിവസം ജാൻസിയുടെ ചേരിയിൽ ബോംബ് വെക്കാൻ വേണ്ടി 2 പേര് വരികയാണ്. എന്നിട്ട് ഇവന്മാര് ഷീറ്റ് കൊണ്ട് മറച്ച ഏതോ ഒരു സ്ഥലത്ത് കയറി അവിടെ ഇരുന്ന് ബോംബ് സെറ്റാക്കുകയാണ്. ട്വിസ്റ്റ് എന്താന്ന് വെച്ചാ, ആരും അറിയാതെ ബോംബ് വെക്കാൻ വന്ന ഇവന്മാരെ ഫോളോ ചെയ്ത് നമ്മുടെ ജാൻസിയും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ജാൻസി വിമൽ കേസരി പോലത്തെ എന്തോ ഒരു സാധനം വായലിട്ട് പവർ കയറ്റി അവന്മാരെ വരട്ടാൻ തുടങ്ങുകയാണ്. ചോറ് വെക്കാൻ വന്നതാ. കണ്ടറിഞ്ഞൂടെ ബോംബ് വെക്കാന്ന്. പിന്നെ ഒരു പൊരിഞ്ഞ ഫൈറ്റാണ്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ലെന്ന് മാത്രം. എടോ, ഇങ്ങനെയൊക്കെ എടുത്തു വെച്ച അകത്ത് ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത് എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? അതെ, 3 മിനിറ്റില് ബോംബ് പൊട്ടുന്നു മാത്രമേ ഞങ്ങൾ പറഞ്ഞു തരൂ. അത് എവിടെയാണ് വെച്ചേക്കണതെന്നൊന്നും ഞങ്ങൾ പറഞ്ഞു തരില്ല. നീയല്ല നായിക, വേണമെങ്കിൽ കണ്ടുപിടിക്കും. അറസ്റ്റ് ഹിമ്മല്ല സാറേ, അറസ്റ്റ് ദമ്മാണ്. അല്ല, നിങ്ങൾ എങ്ങനെയാണ് പോണത്? ബോംബ് എവിടെയെന്ന് നോക്കണ്ടേ? ലവന്മാർ ഈ ബോംബ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ജാൻസി ആ ചേരി മുഴുവൻ ഓടുകയാണ്. ജാൻസിയുടെ പിന്നാലെ തന്നെ അവിടുത്തെ ആളുകളും ഓടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവരെല്ലാരും എന്തിനാണ് ജാൻസിയുടെ പിന്നാലെ പോണത്? നിങ്ങൾക്ക് വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി നോക്കിക്കൂടെ? അറിയാൻ പാടില്ല. ഇപ്പൊ തന്നെ ഈ സിനിമയുടെ ഒരു നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ജാൻസി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അത് കേട്ടത് ബോംബിന്റെ കീ സൗണ്ട്. പൊട്ടന്മാരെ ഏതോ ഓരലിന്റെ ഉള്ളിലൊക്കെയാണ് ബോംബ് വെച്ചേക്കണത്. എന്നിട്ട് അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ മേലെ ഒരു കല്ലും കൂടി കയറ്റി വെച്ചിട്ടുണ്ട്. സൂപ്പർ ഐഡിയടാ, സൂപ്പർ. ആരും കണ്ടുപിടിക്കില്ല. ഇവന്മാര് വെച്ച ബോംബിന്റെ സൗണ്ട് ആണെങ്കിൽ പുറത്തുള്ള നാട്ടുകാർക്ക് മൊത്തം കേൾക്കാൻ പറ്റും. ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. അങ്ങനെ ജാൻസി ബോംബിന്റെ ഏതോ ഒരു വയറ് വലിച്ചെടുത്ത് ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യും. ബോംബ് ഡിഫ്യൂസ് ആക്കിയ ജാൻസിയെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. அது மட்டும் இல்ல, அவங்க கிட்ட இருக்கிற இந்த டைரியை படிச்சதுக்கு அப்புறம் எந்தெந்த இடத்துல பாம்பு வச்சிருக்காங்கன்னு தெரிய வந்தது. ഈ പൊട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, എവിടേക്കാണ് ബോംബ് വെച്ചിരിക്കുന്നതെന്ന് ഒരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ മണ്ടന്മാര്. ரொம்ப நன்றி ஜான்சி, உன்னாலதான் ஒரு நல்ல விஷயமே நடந்திருக்கு. നാലുണ്ടോ നിങ്ങൾക്ക്? പോലീസാണിത്രേ. இந்த ஜான்சினாலதான் இப்போ நீங்க எல்லாரும் உயிரோட இருக்கீங்க. இந்த ஜான்சி உங்க கூட இருக்கிறதுனால நீங்க எல்லாரும் ரொம்ப நிம்மதியா இருக்கலாம். ആണോ? എന്നാ യൂണിഫോം ഊരിട്ട് ജാൻസിക്ക് കൊടുക്ക്. പിന്നെ ഒരു പാട്ടാണ്, ആടുങ്കടാ എന്നെ സുത്തി. അതുപോലത്തെ ഒരു പാട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കിട്ടിയത് ഇതാണ്. വീട് അടിച്ചു വാരുവാ, പച്ചക്കറി വെട്ടുവാ, ടോയ്ലറ്റ് കഴുകുക. ഇതേ ദൈവാണ്, അല്ലാതെ നിന്റെ വീട്ടിലത്തെ വേലക്കാരനല്ല. ഇതെന്തത്, പാട്ട് പാടാണോ അതോ മീൻ വിൽക്കാണോ? അങ്ങനെ ഇരിക്കുമ്പോ ഏതോ ഒരു വണ്ടി ഒരു പയ്യനെ ഇടിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. അത് കണ്ട ജാൻസി തന്റെ ബൈക്ക് എടുത്ത് ആ വണ്ടിയുടെ പിന്നാലെ പോകുന്നു. നോക്കുമ്പോ ഇവര് പോണ വഴിയിലൊക്കെ ജാൻസിയുടെ ബൈക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ ജാൻസിയുടെ ബൈക്ക് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് തമ്പുരാന് മാത്രമേ അറിയൂ. പിന്നെ ഒരു ഫൈറ്റാണ്. നിങ്ങൾ ഈ പടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഈ പടത്തിൽ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലാത്തോണ്ട് ഇതിലുള്ള ഫൈറ്റ് സീൻസിന്റെ ഒക്കെ ഡ്യൂറേഷൻ കൂട്ടിയാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് എത്ര മിനിറ്റാന്നറിയോ ഈ ഒരു ഫൈറ്റ്? എത്ര ഫോർവേഡ് അടിച്ചാലും ഈ പണ്ടാരം തീരണില്ലാന്നേ. അങ്ങനെ എല്ലാവരെയും ഇടിച്ചിട്ട് അവരുടെ വണ്ടിയിലുണ്ടായിരുന്ന പൈസയും എടുത്ത് ജാൻസി സ്ഥലം വിട്ടു. എന്നാൽ ആ നാട്ടിലെ വലിയ ഡോണായ നരസിംഹയുടെ കാശായിരുന്നു അത്. കാശ് പോയ ദേഷ്യത്തിൽ നരസിംഹ ജാൻസിയെ പിടിച്ചോണ്ട് വരാൻ തന്റെ ആളുകളെ അയക്കുകയാണ്. ഈ പടം ഇറങ്ങിയ ശേഷം ഇതിന്റെ ഡയറക്ടർക്ക് എന്തായാലും നല്ല കിക്ക് കിട്ടിണ്ടാവും. அண்ணா உனக்காக தான் வெயிட்டிங். இந்த தமிழ்நாட்டு மண்ணுல அப்படி கூப்பிடுற தகுதி ஒருத்தருக்கு தான். அண்ணா
അറിഞ്ഞർ അണ്ണ. അപ്പൊ തമിഴ്നാട്ടിലുള്ള അനിയന്മാരൊക്കെ അവരുടെ ചേട്ടന്മാരെ അണ്ണാന്നല്ലാണ്ട് പിന്നെ വേറെ വല്ലതും ആണോ വിളിക്കാറ്? അങ്ങനെ നരസിംഹ ജാൻസിയെ കണ്ടുമുട്ടുകയാണ്. ஏய் உன் பேர் என்ன? ஜான்சி. சரித்திரத்திலேயே ரொம்ப கெத்தான பேரு தெரியும்ல. என் காசு எங்க? நான் காசு. A few moments later. வேற யாராவது இருந்தா பாரு. புது பொண்ணு கிடைச்சிருக்கா. ஏய் பாப்பா. ஜான்சி. சரித்திரத்திலேயே கெத்தான. அழிக்க முடியாத ஒரு பேரு. ஒரு டீல் வந்திருக்கு, பண்றியா? ഇയാളൊരു പൊട്ടൻ തന്നെ കേട്ടോ. അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ട കാശിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ നരസിംഹ ജാൻസിയെ തന്റെ ടീമിലേക്ക് എടുക്കുകയാണ്. ഈ നരസിംഹ ഡ്രഗ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ് കേട്ടോ. ഇയാളുടെ മേലെ വേറൊരാളുണ്ട്, ബായ് എന്നാണ് അയാളെ വിളിക്കുന്നത്. അതെ, ഇയാളെന്നെ നമ്മുടെ പോക്കിരീത്തെ എന്നെ ഗഞ്ചോ ബിസിനസ്സാ അയാളെന്നെ. അങ്ങനെ നരസിംഹയുടെ ടീമിൽ ചേർന്ന ജാൻസി നരസിംഹയ്ക്ക് വേണ്ടി ഡ്രഗ് ഡീലിംഗ്സ് ഒക്കെ നടത്തുകയാണ്. போலீஸ் கிட்ட மாட்டி தொலைச்சிட்டல, போச்சா சரக்கெல்லாம் போச்சா? നരസിംഹനെ തോൽപ്പിക്കാനായിട്ട് അതേ നാട്ടിൽ തന്നെ വേറൊരു ഡോൺ കളത്തിലേക്ക് ഇറങ്ങുകയാണ്, കാളിംഗ. நீ எந்தனை இவனுக்கு இப்போ ஆமா, நீங்க யாரு? கிருஷ்ணர் பிறந்தப்ப மழையில நனைய கூடாதுன்னு கொடையா இருந்தது யார் தெரியுமா? காளிங்கா. ആരാന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ പേര് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പേര് പറയാതിരിക്കുക. ഇതൊരുമാതിരി കൃഷ്ണ മഴ നനയാതിരിക്കാൻ കൊട പിടിച്ചതാരാ, ബാഹുബലിയെ പിന്നിന്ന് കുത്തിയതാരാന്നൊക്കെ ചോദിച്ച് വെറുപ്പിക്കുകയാണ്. காளிங்கா உடம்பு முழுக்க എന്താ ചൊറിയാണോ? விஷந்தான். உன்னுடைய பிசினஸ்ல 1% மாமூல் எனக்கு வந்தே ஆகணும். ஐயா, அது வந்து ஏய், காளிங்கா என்னோட உடம்பு முழுக்க அப்படியே செஞ்சிடறேன். അയാൾക്ക് ഇത് കേൾക്കാൻ വയ്യാണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. உடம்பு முழுக்க அப்படியே செஞ்சிடறேன். A few moments later. வா சீக்கிரம் வாடா. வரேன்டா வரேன். சிங்கம் இறைய தேடி போய் எப்பவும், இவன் சாவடிக்கிறான் சார். ஆனா இங்க இருக்கிறது காளிங்கா. உடம்பு முழுக்க ചൊറിയും പൊണ്ണും விஷண்டா. തന്റെ ഉടമ്പ് മുഴുക്ക വിഷാണെങ്കിൽ കുറച്ച് പാമ്പിന് കൊടുക്ക്. வந்துட்டியா? யாரா நீ? ഓ, ഒന്നും മിണ്ടാതിരിക്കടോ. അയാളുടെ അടുത്ത് നീ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാളുള്ള രാമായണം മഹാഭാരതമൊക്കെ വായിക്കാൻ തുടങ്ങും. கிருஷ்ணர் பிறந்தப்ப மழையில நனை. யாரா நீ? இந்த காளிங்கம் விஷத்தோட மறு உருவண்டா. നരസിംഹയെ കൊല്ലാൻ നോക്കുന്ന ഓരോരുത്തരെയും നമ്മുടെ ജാൻസി സിമ്പിളായിട്ട് കൊല്ലും. ഇയാളെന്താ ഷൂട്ട് ചെയ്യാത്ത? ഇഷ്ടംപോലെ സമയം കിട്ടിയിട്ടുണ്ടല്ലോ. ഇയാൾ അത് കൂടെ നരസിംഹനെ തന്നെയാണോ നോക്കണത്? അല്ലേക്ക് അതിലൊരു സംശയമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗഞ്ച ബിസിനസ് നാട്ടിലേക്ക് ലാൻഡ് ആവുന്നത്. അവിടെ ജാൻസിയുടെ ഒരു ഐറ്റം സോങ്. ബായിന്റെ ടീമിൽ ശ്രേയസ് അയ്യരൊക്കെ ഉണ്ടല്ലോ. തന്റെ എല്ലാ പ്ലാനുകളും കൊളാവുന്നത് തിരിച്ചറിഞ്ഞ ബായ് ജാൻസിയെ സംശയിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവളുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുമ്പോഴാണ് അയാൾ ആ സത്യം തിരിച്ചറിയുന്നത്. ജാൻസി ഒരു പോലീസുകാരിയാണ്. പക്ഷെ എനിക്കിത് നേരത്തെ അറിയായിരുന്നു. ഞാൻ ഇത്രയും വലിയ ടിസ്റ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാടാ ജാൻസി പോലീസാണെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ചത്? ഞങ്ങള് കണ്ടുപിടിച്ചതൊന്നല്ല, തന്റെ പടത്തിന്റെ പേരെന്നെ ജാൻസി IPS എന്നല്ലേ. കുഴപ്പമില്ല, സഹായിച്ചതല്ലേ, സാരില്ല. അതിന്റെ സൂക്കേട് വേറെ. സംഭവം എന്താന്ന് വെച്ചാ നമ്മുടെ ഗഞ്ച ബിസിനസ് പണ്ട് ജാൻസിയുടെ അമ്മയെയും അനിയത്തെയും കൊന്ന ആളാണ്. അതുകൊണ്ട് അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാൻസി അണ്ടർ കവറിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അണ്ടർ കവർ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. അവസാനം നമ്മുടെ ഗഞ്ച ബിസിനസിനെ ജാൻസി വെടിവെച്ച് കൊല്ലും. അതോടെ ഈ പടം അവസാനിക്കും. പക്ഷെ ഇത്രയും സത്യസന്ധതയൊക്കെയുള്ള ഈ ജാൻസി എന്തിനാന്നാവോ ഇവരുടെ കൂടെ കൂടി ഡ്രഗ്സ് ഒക്കെ വിറ്റുണ്ടായിരുന്നത്? ഓ, അഭിനയിച്ചതായിരിക്കുമല്ലേ. തന്റെ അമ്മയെയും അനിയത്തെയും കൊന്ന ഇയാളുടെ കൂടെ എന്തിനാണ് ഈ പെണ്ണ് ഐറ്റം ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്? ഓ, അഭിനയിച്ചതായിരിക്കുമല്ലേ. സാരില്ല, അതും പോട്ടെ. ഡ്രഗ്സിനൊക്കെ എതിരെ നിൽക്കുന്ന ആളാണ് ഈ ജാൻസി എങ്കിൽ പിന്നെ ഇതെന്തിനാ വായിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കമത്തുന്നത്? അതും അഭിനയിച്ചതായിരിക്കില്ലേ. ആഞ്ജനേയ സ്വാമി.